ഹായ് പ്രിയപ്പെട്ടവരെ, കൊച്ചിയിലെ പള്ളിരുത്ത് സ്കൂളിലെ വിവാദമായ ഹിജാബ് വിഷയത്തിൽ ഒരു സാധാരണ മുസ്ലിമിൻ്റെ ചിന്ത എന്താണ്, മുസ്ലിങ്ങൾക്ക് ഇതുവഴി വരുന്ന പ്രശ്നം എന്താണെന്നും ഈ പ്രശ്നം ഉണ്ടാക്കിയവർ എന്ത് ഉദ്ദേശത്തിൽ ഉണ്ടാക്കിയെന്നുമൊക്കെ ഒരു സാധാരണ മുസ്ലിം പണ്ഡിതൻ വിലയിരുത്തുന്നത് ഒന്ന് കേൾക്കുക. ശരിയായ വിശകലനം നമുക്ക് കേൾക്കാം. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം മതത്തെക്കുറിച്ചുള്ള വെറുപ്പും ഇസ്ലാം മതത്തെക്കുറിച്ചുള്ള ഭയവും ഉണ്ടാക്കുന്നത് ഇസ്ലാം മതത്തിലുള്ളവർ തന്നെയാണെന്ന് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന വിഷയങ്ങളാൽ മനസ്സിലാവും. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഒരു സ്കൂളിൽ ഒരു യൂണിഫോം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ യൂണിഫോം ധരിക്കാൻ അവിടുത്തെ എല്ലാ വിദ്യാർത്ഥികളും ബാധ്യസ്ഥരാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ആ സ്കൂൾ അല്ലാതെ മറ്റൊരു സ്കൂളിൽ പോയി പഠിക്കാനുള്ള എല്ലാ അനുവാദങ്ങളും എല്ലാ അവകാശങ്ങളും ഉണ്ട്. ആ സ്കൂളിൽ മാത്രമേ പഠിക്കാൻ പാടുള്ളൂ എന്ന് എവിടെയും വെച്ചിട്ടില്ല നിയമങ്ങൾ. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശിരോവസ്ത്രം ഇട്ടിട്ട് അവിടുത്തെ ഒരു കന്യാസ്ത്രീ ഉണ്ട് എന്ന് അവർ പഠിച്ചിരുന്ന കാലത്തിൽ അവർ കൃത്യമായി സ്കൂളിൽ പോയിരുന്ന സമയത്തിൽ അവർ യൂണിഫോം ഇട്ടാണ് പഠിച്ചിരുന്നത്. ഇപ്പോൾ അവർ കന്യാസ്ത്രീയാണ്, അതിന്റേതായിട്ടുള്ള ഒരു യൂണിഫോമാണ് ധരിക്കുന്നത്. അത് എല്ലാ ക്രിസ്ത്യാനികൾക്കും എല്ലാ വിവരമുള്ളവർക്കും അറിയാം. ഈ ഒരു വിഷയം മുസ്ലിം മാത്രമല്ല കേൾക്കുന്നത്, എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ 8ാം ക്ലാസ്സിൽ കുറഞ്ഞ മാർക്ക് മാത്രമുള്ള ഒരു വിദ്യാർത്ഥിയെ അവർ ഏറ്റെടുത്ത് പഠിപ്പിച്ച് നല്ലൊരു മാർക്കോടുകൂടെ പുറത്തേക്ക് ഇറക്കി തരാമെന്ന് പറയുമ്പോൾ അത്രത്തോളം സൗഹാർദ്ദപൂർവ്വമായി പോകുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, ഈ സ്കൂളിൽ മാത്രമല്ല, ഇതുപോലെ കേരളം മൊത്തം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള എല്ലാ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലും ഒരു മുസ്ലിം വിദ്യാർത്ഥി എടുക്കുന്നതിന് മുമ്പേ അവർ 2 വട്ടം ചിന്തിക്കില്ലേ? എടുത്തു കഴിഞ്ഞാൽ അവർ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ലേ? അവർക്ക് അഡ്മിഷൻ കൊടുക്കാതിരിക്കുന്നതല്ലേ നല്ലതെന്ന് അവർ സ്വാഭാവികമായി ചിന്തിക്കില്ലേ? നമ്മൾക്കപ്പോൾ തോന്നിയേക്കാൻ നമുക്കുള്ള ഒരു റൈറ്റ് ഉണ്ട്, നമുക്ക് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ആർട്ടിക്കിൾ എന്തൊക്കെയാണ്? 21, 25, 26 ഒക്കെ നമുക്ക് വേണ്ടിയിട്ടുള്ള റൈറ്റാണ്, നമുക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്. ശരിയാണ്. എന്നാൽ ആർട്ടിക്കിൾ 30 എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഉണ്ട്. മൈനോറിറ്റി ആയിട്ടുള്ള ഒരു സമൂഹത്തിന് അവർക്ക് സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം റൂളിനും അനുസരിച്ച് ആ സ്കൂളിനകത്ത് അഡ്മിനിസ്ട്രേഷൻ നടത്താനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. നമ്മളിത് മനസ്സിലാക്കിയിരിക്കണം. ആ ഒരു സ്കൂളുള്ളതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും എല്ലാവർക്കും സ്വന്തം സമുദായത്തിനെ മതത്തിന്റേതായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും ഉണ്ട്. അവിടെ അവർക്കുള്ള കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യവും കൊടുക്കുന്നത്. വേണമെങ്കിൽ അങ്ങനെയുള്ള സ്കൂളുകളിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇങ്ങനെ ഒരു പ്രശ്നം ബോധപൂർവ്വം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ആ കുട്ടിക്കും മാതാപിതാക്കൾക്ക് ഇതിന് താല്പര്യമില്ല എന്ന് മനസ്സിലാകുന്നുണ്ട്. ഇതിന് പിന്നിൽ നിൽക്കുന്ന ഒരു സമൂഹമാണ്, ഒരു കൂട്ടമാണ് മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന മുഴുവൻ കൂട്ടത്തിന് ദുഷ്കരമുണ്ടാക്കി വെക്കുന്നത്. അതുകൊണ്ട് പറയാനുള്ളത്, കുറേയധികം ചിന്തിക്കുന്നതും വിവരമുള്ളതും മനുഷ്യരുള്ള ഒരു കേരളത്തിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കി ആളെ കത്തിച്ച് ഇസ്ലാമോഫോബിയ പടർത്താതിരിക്കാൻ നോക്കുക. കാരണം അത്രയും കുട്ടികളുള്ള ഒരു സ്കൂളിൽ മെജോറിറ്റിയും പഠിക്കുന്നത് മുസ്ലിംസ് ആണ്. അവരെ പഠിപ്പിക്കാതിരിക്കുകയല്ല ചെയ്യുന്നത്. അതും ഈ കുട്ടിക്കെതിരെ ഒരു ആക്ഷൻസും എടുത്തിട്ടില്ല. അപ്പൊ ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഇനിയുള്ള ഹിന്ദു ക്രിസ്ത്യാനികളായിട്ടുള്ള എല്ലാ സ്കൂളുകളിലും ഒരു മുസ്ലിം വിദ്യാർത്ഥിക്ക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഇസ്ലാമോഫോബിയ പടർത്താതിരിക്കുക. ഇവിടെ ക്രൈസ്തവ സ്കൂളിൽ പ്രശ്നമുണ്ടാക്കിയത് ഇസ്ലാം മതത്തിനുള്ളിലുള്ള പ്രശ്നം പരിഹരിക്കാനാണ്. അത് മനസ്സിലാവുന്നുണ്ടോ? ഇസ്ലാം മതത്തിനുള്ളിൽ പർദ്ദയും ഹിജാബും ഒക്കെ ധരിക്കണമോ വേണ്ടയോ എന്നുള്ള ചിന്താഗതിയിൽ ഇങ്ങനെ തർക്കമുള്ളപ്പോൾ അത് വേണമെങ്കിൽ അതിനുള്ളിൽ പ്രചാരണം, പ്രസംഗങ്ങളും മതപ്രസംഗമൊക്കെ കൊടുക്കുകയല്ലേ വേണ്ടത്? അതിനേക്കാൾ അവർക്ക് ലാഭമുണ്ടാക്കാൻ ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നമുണ്ടാക്കുകയാണ് ചെയ്തത്. മുസ്ലിങ്ങൾക്കിടയിലുള്ള തർക്കം എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ ഒന്ന് കണ്ടേ. തട്ടിട്ട് വരാൻ പാടില്ല, ജുമയ്ക്ക് പോകാൻ പാടില്ല. ക്രിസ്ത്യാനിന്റെ സ്കൂളാണ്. ഇപ്പൊ തലശ്ശേരി ഇപ്പൊ കഴിഞ്ഞ മാസം ഒരു വലിയ വിവാദം നിങ്ങൾ പലരും ശ്രദ്ധിച്ചു കാണും. തലശ്ശേരിയിൽ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരു സ്കൂള്. അവിടെ കുട്ടികൾക്ക് തട്ടിടാൻ പാടില്ല, കുട്ടികളെ ജുമയ്ക്കും കൂടി പറഞ്ഞേക്കൂല. വലിയ വിവാദം, ആളുകൾ അങ്ങോട്ട് സമരം ഇങ്ങോട്ട് സമരം, പെണ്ണുങ്ങളെ സമരം. എന്തിനായി സമരം ചെയ്യണേ? അച്ചായന്റെ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കേണ്ട ആവശ്യമുണ്ടോ? ഇവർ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടല്ല ഈ സ്കൂളിൽ എല്ലാ നിയമങ്ങളും ഞങ്ങൾ പാലിക്കുന്നു. അവർ സർക്കാരിന് ഒരു ഗ്രാന്റും വാങ്ങാത്ത പ്രൈവറ്റ് സ്ഥാപന, അവരൊന്നും ചെയ്യാൻ സാധിക്കൂല. എന്നിട്ട് PTA മീറ്റിംഗ് കൂടിയപ്പോ കുറച്ചാളുകൾ, അല്ലെങ്കിൽ എന്തിനാ ഈ സ്കൂൾ പോണ കുട്ടികൾക്ക് തട്ടം, മക്കനിയും മഫ്തിയും? ആരാ മാപ്പിള കുട്ടികളെ ചോദിക്കണേ? എന്നിട്ട് അവര് തമ്മിൽ അടിയായി. കുറച്ചാൾ ഇറങ്ങിപ്പോന്ന് എല്ലാരും കുട്ടികളെ പിൻവലിച്ച സ്കൂളങ്ങ് പൂട്ടും. 70% മാപ്പിള കുട്ടികളാണ് പഠിക്കുന്നത്. പല അച്ചായന്മാരെ സ്കൂളിൽ താങ്ങിയിരുന്നത് നമ്മളാണ്. ചോദിച്ചപ്പോൾ ഇവിടെ നല്ല എഡ്യൂക്കേഷനാണ്. എന്തിനാണോ ഈ എഡ്യൂക്കേഷൻ? ഇസ്ലാമില്ലാത്ത എഡ്യൂക്കേഷൻ എന്തിനാ? ഇസ്ലാമിക വേഷം ധരിക്കാതെ പ്രായപൂർത്തിയെത്തിയ ഒരു പെൺകുട്ടി സ്കൂളിൽ പോയാൽ അതിന്റെ കുറ്റം നിങ്ങൾക്ക് ഉണ്ടാകും. നിസ്കരിക്കാൻ വരെ സൗകര്യമില്ല. ഒരാൾ എനിക്ക് ഫോൺ ചെയ്തു, എന്റെ മോള് +2 പഠിക്കാണ്, രാവിലെ 7 മണിക്ക് പോകും, വൈകുന്നേരം 7 മണിയൊന്നും തിരിച്ചെത്തുമ്പോ. അപ്പൊ ക്രിസ്ത്യാനിയുടെ സ്കൂൾ ആയതുകൊണ്ട് 100 ദിവസം നിസ്കരിക്കാൻ പറ്റൂല. എന്താ ചെയ്യേണ്ടത്? വല്ല ഇളവും കിട്ടുമെന്നറിയാൻ എന്നെ വിളിക്കുക. ഞാൻ പറഞ്ഞു, ഇന്ന് നിർത്തണം എന്റെ കുട്ടിയുടെ +2. എന്താന്ന് ചോദിച്ചു. എടോ, നിന്റെ കുട്ടിയെ +2 പഠിപ്പിച്ചോ ചോദിക്കുക. നിന്റെ കുട്ടി 100 സ്കരിച്ചോ, അസംസ്കരിച്ചോ, നിന്നോടും ചോദിക്കും, നിന്റെ മകളോടും ചോദിക്കും. നിർത്തണം സ്കൂൾ എന്ന് പറഞ്ഞു. വെറും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ കുറച്ച് പൈസയും കൂടി ഉണ്ടായപ്പോ എല്ലാവരും കുട്ടികളെ ഡോക്ടർ, എഞ്ചിനീയർ ആക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. പൂതിക്കൊന്നും കുഴപ്പമില്ല, പക്ഷെ ഇസ്ലാം ഒഴിവാക്കിയിട്ടുള്ള ഡോക്ടർ, എഞ്ചിനീയർ നമുക്ക് വേണ്ട. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കുറച്ചാളുകൾ, അല്ലെങ്കിൽ എന്തിനാ ഈ സ്കൂൾ പോണ കുട്ടികൾക്ക് തട്ടം, മക്കനിയും മഫ്തിയും? ആരാ മാപ്പിള കുട്ടികളെ ചോദിക്കണേ? എന്നിട്ട് അവര് തമ്മിൽ അടിയായി. കുറച്ചാൾ ഇറങ്ങിപ്പോന്ന്
പള്ളുരുത്തി സ്കൂളിൻ്റെ ലീഗൽ അഡ്വൈസറായ അഡ്വക്കേറ്റ് വിമല ബെനൂർ പറഞ്ഞ കാര്യങ്ങളോട് കേൾക്ക്. മറ്റു കുട്ടികളുടെ മാതാപിതാക്കൾ, മുസ്ലിം കുട്ടികളുടെ ഇവിടെ 117 മുസ്ലിം കുട്ടികളാണ് അവിടെ എൻറോൾഡ് ആയിട്ടുള്ളത്, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടികൾ. അവരുടെ മാതാപിതാക്കൾ അവിടെ ചെന്ന് സ്കൂളിൽ ചെന്ന് സിസ്റ്റേഴ്സിനെ കണ്ടു പറയുന്ന വിഷ്വൽസുമുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് ചില മഹല്ലുകളിൽ നിന്ന് ഹിജാബ് ധരിച്ച് സ്കൂളിൽ വരണം എന്ന് പറയുന്നു. പക്ഷെ കുട്ടികൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സിസ്റ്ററെ, ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവോയ്ഡ് ചെയ്യാമോ എന്ന് ചോദിച്ച് വിഷമിച്ച് ചില പേരൻസ് അവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ വിഷ്വൽസും ഉണ്ട്. അപ്പോൾ ഈ മതത്തിനുള്ളിലെ പ്രശ്നം പരിഹരിക്കാൻ മറ്റൊരു മതത്തിൽ കയറി പ്രശ്നം ഉണ്ടാക്കുക, മറ്റൊരു മതസ്ഥാപനത്തിൽ കയറി പ്രശ്നം ഉണ്ടാക്കുക, ആ പാവപ്പെട്ട കന്യാസ്ത്രീകൾ ഇതിലേക്ക് വലിച്ചുടക്കുക, ആ കന്യാസ്ത്രീകൾ ക്രൂരരാണെന്ന് വരുത്തുക. യഥാർത്ഥത്തിൽ ഇവരല്ലേ ക്രൂരത കാണിക്കുന്നത്? ഇവരുടെ ക്രൂര നാടകത്തിന് ഇരയാവുകയില്ലേ ബാക്കിയുള്ളവർ?